LPG ഗ്യാസ് ബുക്ക് ചെയ്ത് ദിവസങ്ങളോളം ആഴ്ചകളോളം കാത്തിരിക്കുന്നത് ആവശ്യമില്ല. കൂടാതെ പോക്കറ്റും കാലിയാവില്ല. പൈപ്പ് ഒന്ന് ഓൺ ആക്കിയാൽ മാത്രം മതി. മുഴുവൻ സമയവും യാതൊരു തടസ്സവും കൂടാതെ പ്രകൃതി സൗഹാർദ്ദമായ പാചകവാതം നമ്മുടെ വീടുകളിലേക്കെത്തും. ഞാനീ പറയുന്നത് മറ്റൊന്നുമല്ല, സിറ്റി ഗ്യാസ് പദ്ധതിയെക്കുറിച്ചാണ്. തലസ്ഥാനത്തെ 21 വാർഡുകളിലേക്കാണ് ഇപ്പോൾ ഈ സിറ്റി ഗ്യാസ് പദ്ധതി പൂർത്തിയായിരിക്കുന്നത്. കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഇന്ധന ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച സിറ്റി ഗ്യാസ് പദ്ധതി തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. അപകടരഹിതവും ചിലവ് കുറഞ്ഞതുമായ രീതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി. LPGയേക്കാൾ 25 മുതൽ 30% വരെ ചിലവ് കുറവാണ് ഈ രീതിക്ക്. മുഴുവൻ സമയവും പാചകവാതകം ലഭിക്കുമെന്നതാണ് സിറ്റി ഗ്യാസിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. ഇന്ത്യയിലെ പ്രമുഖ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടറായ AG&P പ്രഥം കമ്പനിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് PNGRB എന്ന പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ആതറൈസ് ചെയ്ത് ഓരോ മേഖലയിൽ ഇന്ത്യ ഒട്ടുക്കായിട്ട് ഓരോ മേഖലകൾ ഓരോ ഈ മേഖലയിൽ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. ഗ്യാസ് വിതരണത്തിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ജില്ല അവാർഡ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ ആസ്ഥാനമായ AG&P അറ്റ്ലാന്റിക് ഗൾഫ് പസഫിക് AG&P പ്രഥം എന്ന സ്ഥാപനത്തിനാണ്. സിലിണ്ടറിൽ വരുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് LPG എന്ന് പറയുന്ന വാതകമാണ്. ഈ LPGയും ഇതും രണ്ട് തരത്തിലുള്ള ഇത് പ്രകൃതി വാതകമാണ്. മീഥേനാണ് ഇതിൽ പ്രധാനമായ കണ്ടന്റ് എന്ന് പറയുന്നത്. മീഥേൻ എന്ന് പറയുന്ന കണ്ടന്റാണ്. ഇത് തമ്മിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്, ആദ്യമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇതിൻ്റെ വെയിറ്റാണ്, ഭാരമാണ്. ഈ ഗ്യാസിൻ്റെ വാതകത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് തുലം കുറവാണ് മീഥേന്. ഈ പറയുന്ന പൈപ്പ് ലൈനിൽ കൂടി വരുന്ന മീഥേൻ ഗ്യാസിന് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ലീക്ക് ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അന്തരീക്ഷത്തിൽ ഉയർന്നു പോകും. തിരിച്ച് LPG എന്നത് താഴെ നമുക്ക് തളം കെട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഒരു ലീക്ക് ഉണ്ടായ സിലിണ്ടറിൻ്റെ ഗ്യാസ് അവിടെ തന്നെ നിൽക്കുകയും അത് അപകടകാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാസ് കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന് പറയുന്ന വാതകമാണിത്. സാധാരണ LPG സിലിണ്ടറിനേക്കാൾ 10 മുതൽ 15% വരെ സാമ്പത്തിക ലാഭമാണ് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. തുടക്കത്തിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നതിൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും 380 കിലോമീറ്ററിൽ പാചകവാതക വിതരണത്തിനുള്ള പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ ബഹുഭൂരിപക്ഷവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലാണ്. നിലവിൽ നമ്മൾ 11 വാർഡുകൾ നിലവിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു. വിതരണം വീടുകൾക്ക് ആവശ്യമായവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 11 വാർഡുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. അടുത്ത 11 വാർഡുകൾ കരിക്കകം, വള്ളക്കടവ്, ആനമുഖം, ആക്കുളം, ഉള്ളൂർ, ശ്രീകാര്യം, ഇടവക്കോട്, ഈ പറഞ്ഞ വാർഡുകൾ ഇങ്ങനെ തുടങ്ങി 11 വാർഡുകളിൽ, ആറ്റിപ്പുറ, കുളത്തൂർ, ഇത്രയും വാർഡുകളിൽ ഗ്യാസ് വിതരണത്തിനുള്ള പൈപ്പ് ശൃംഖല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 22 വാർഡാണ് ഇപ്പോഴത്തെ ടാർഗറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്നതിൽ ഈ പറയുന്ന മറ്റേ വട്ടിയൂർക്കാവിലെ വാർഡുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അടുത്ത സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 22 വാർഡിൽ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലെ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ബില്ലുകൾ പോലെ തന്നെ ഉപയോഗത്തിന് അനുസൃതമായി മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഗ്യാസിന്റെ ബില്ലുകളും അടയ്ക്കേണ്ടത്. ചാർജ് ഇതിന് വില നിജപ്പെടുത്തുന്നത്, ഇതിൻ്റെ ഈ ഗ്യാസിൻ്റെ വില, ഇത് രണ്ട് വാതകങ്ങളെ നമുക്ക് ഒരേ വില തൂക്കത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒരേ വില താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വിലകളൊക്കെ ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള പെട്രോളിയം വാതകങ്ങൾക്കൊക്കെ ഉള്ള വില നിശ്ചയിക്കുന്ന MMBTU എന്ന് പറഞ്ഞൊരു യൂണിറ്റിലാണ്. മെട്രിക് മില്യൺ അതുണ്ടാക്കുന്ന താപോർജ്ജത്തിൻ്റെ കണക്കാക്കിയിട്ടാണ് ആ യൂണിറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റിന് 53 രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് റെഗുലേറ്ററി ബോർഡ് പറയുന്ന തുകയാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റി ഗ്യാസ് പദ്ധതിക്ക് വേണ്ടി തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊച്ചുവേളിയിലുള്ള LC ഗ്യാസ് പ്ലാന്റാണിത്. 60 രൂപ നിരക്കിലാണ് പാചക ആവശ്യത്തിനായി പ്രകൃതിവാതകം വിതരണം ചെയ്യുന്നത്. കൂടാതെ 80,000 വീടുകളിലേക്ക് വാതകം എത്തിക്കാനും ഈ ഗ്യാസ് പ്ലാന്റുകൾ പര്യാപ്തമാണ്. പ്രകൃതിവാതകത്തിന്റെ CNG, LNG എന്ന നിലയിൽ വിവിധ വ്യവസായങ്ങൾക്കും നിലവിൽ ഇവിടുന്ന് സേവനം ലഭ്യമാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ പ്രകൃതിവാതകത്തിന്റെ അളവിൽ 1% താഴെയായി കംപ്രസ് ചെയ്ത് പ്രകൃതിവാതകമാക്കി മാറ്റുന്നു. പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് തീർന്നു പോകുമെന്നുള്ള ആശങ്ക വേണ്ട. സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട. കൂടുതൽ നേരം ചൂട് നിൽക്കുമെന്നത് LPG അപേക്ഷിച്ച് പൈപ്പ് ലൈൻ ഗ്യാസിന്റെ പ്രത്യേകതയാണെന്ന് അനുഭവസ്ഥരും പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ഗ്യാസ് സിലിണ്ടർ ആയിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച്
വളരെ നല്ല പ്രയോജനങ്ങൾ ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെയിം എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് ഒരു ചെറിയ ഫ്ലെയിമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സംശയം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നല്ല ബ്ലൂ ഫ്ലെയിം കിട്ടി. ഹീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, പെട്ടെന്ന് പാചകം ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷനാണെന്ന് ഞങ്ങൾക്കൊരു പ്രയോജനമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ ബില്ലിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ മാസവും ഇതിൻ്റെ ബില്ല് ഇവിടെ വന്ന് മീറ്റർ റീഡിങ് നോക്കി ബില്ല് ഞങ്ങളെ ഏൽപ്പിക്കും. അതുപോലെ ഈ ബില്ല് ക്വിക്ക് പേയിൽ നമുക്ക് ഓൺലൈനിൽ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്ന കാര്യത്തിലില്ലാത്ത പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും LPG-യെക്കാളും നല്ലത് തന്നെയാണ് ഇത്, അതിന് ഒരു സംശയമില്ല. പിന്നെ കൺസംഷൻ കോസ്റ്റ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറവാണ്. എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത്. എപ്പോഴും ഗ്യാസിനെ പറ്റി അയ്യോ ഗ്യാസ് ഉണ്ടോ തീരുമോ ഒന്നും നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാസ് എന്ന് വെച്ചാൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ സ്ഥല സൗകര്യം വേണം. പിന്നെ അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് താമസിക്കും ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ കൊണ്ടുവരുന്ന വണ്ടി തന്നെ പെട്രോളും ഒക്കെ അടിച്ചാണ് കമ്പനിക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ ഗ്യാസ് ആകുമ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിൻ്റെ ഓപ്പറേഷൻ എളുപ്പമാണ്. കുറ്റിയെക്കാട്ടിലും നമുക്ക് സൈഡിൽ ആ നോബ് തിരിച്ചാൽ മതി. ഓഫ് ചെയ്യാൻ എളുപ്പമുണ്ട്, ഓണാക്കാൻ എളുപ്പമാണ്, ഒരു പേടിയില്ല. വീടിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന മീറ്റർ വഴി ഉപയോഗത്തിന്റെ അളവ് അറിയാൻ സാധിക്കും. ഉപഭോഗത്തിന് അനുസൃതമായിരിക്കും ബില്ല് വരിക. അടുക്കളയിൽ പാചകവാതകം മുടക്കമില്ലാതെ ലഭ്യമാക്കുക എന്നത് ഏത് വീട്ടുകാരുടെയും ആഗ്രഹമാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. വരും നാളുകളിൽ ദ്രവീകൃത പ്രകൃതിവാതകം പദ്ധതി വിപുലീകൃതമാകുന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കാനും സാധിക്കും. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റവും അതോടെ സൃഷ്ടിക്കപ്പെടും. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.